Good afternoon to all. Okay. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yes. Then how are you all? സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. വേണ്ടുന്നില്ല, കഴിഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല, ആണോ? ഓക്കെ. പിന്നെന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഏത് ടോപ്പിക് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? പറയൂ. എന്തോ? Question tag. Question tag ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ തന്നെ ചെയ്തു. സോ ക്ലിയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിൾ അല്ലെ? എന്താണ് ആർട്ടിക്കിൾ? ഞാൻ അത് മിക്ക ക്ലാസ്സിലും പറയാന്ന് പറയുന്നല്ലാണ്ട് പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? ആണെന്ന് തോന്നുന്നു അല്ലെ? ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? നമ്മള് യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ആർട്ടിക്കിൾ. ഓക്കെ, ഏതാണ്? എ ആൻഡ് ദ. ഇതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലെ? ആൻഡ് ദ, ഇതാണ് ആർട്ടിക്കിൾ. Then നമ്മള് എ, ഇറ്റ്സ് നോട്ട് എ, ഇറ്റ്സ് ഓക്കെ. എന്നാണ് സൗണ്ട് വരാൻ കേട്ടോ, നോട്ട് എ. ഓക്കെ, നമ്മള് എ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഞാനിപ്പോ ഇവിടെ പണ്ട് തുടങ്ങി പഠിച്ച കാര്യമാണ് എ എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോ ഇത് എന്നാണ് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീണ്ടും ഏതെന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ മിസ് തന്നെ തിരിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് പറയണ്ട. കറക്റ്റ് ആണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറയുന്നുള്ളൂ. കാരണം ചെറുപ്പം മുതലേ പഠിച്ച കാര്യം അങ്ങനെ തന്നെയാണ് അല്ലെ? പണ്ട് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത് സത്യം അല്ലെ? Then അത് നമ്മള് എവിടെയൊക്കെ യൂസ് ചെയ്യും? ഇപ്പോ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. കോൺസണന്റ് ലെറ്റേഴ്സിന്റെ കൂടെ എ ആൻഡ് വൊവൽസിന്റെ കൂടെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക എന്നാണ് എല്ലാവരും പഠിച്ചിരിക്കുന്നത്. നമുക്ക് 26 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? ആൽഫബറ്റ്സ് 26 ആണുള്ളത്. അതില് 21 കോൺസണന്റ് സൗണ്ടും 5 വൊവൽസും ആണ് അല്ലെ? സോ എ, ഇ, ഐ, ഓ, യു, ഇതാണ് എന്ത്? വൊവൽസ്. ഈ വൊവൽസ് വരുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ എല്ലാവരും പഠിച്ച കാര്യം. പണ്ട് മുതലേ പഠിച്ച കാര്യം അങ്ങനെ തന്നെയാണ്. ശരിയാണോ അല്ലയോ? നിങ്ങൾ അങ്ങനെയാണോ പഠിച്ചത്? ഞാൻ പഠിച്ച പോലെ തന്നെയല്ലേ അല്ലേ? ശരിയാണ്, അങ്ങനെയാണ്. ഓക്കെ, സത്യത്തിൽ അപ്പോ അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എന്തുകൊണ്ട് ആൻ യൂസ് ചെയ്യുന്നു? പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് എ ഇ ഐ ഒ യു എന്നല്ല, അതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ്, അതിന്റെ സൗണ്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. ലെറ്റേഴ്സ് വെച്ചിട്ടല്ല നമ്മൾ ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പണ്ട് തുടങ്ങി പഠിച്ചത് എ ഇ ഐ ഒ യു എന്നാണ്. പക്ഷെ അത് മിസ്റ്റേക്ക് ആണ്. എന്താണ്? ഇ ഐ ഒ ഉ, നോട്ട് യു. യു അല്ലാണ്ടത് ഉ ആണ്. ഓക്കെ, ഉ, ഇ ഐ ഒ യു, നോട്ട് യു. യു അല്ല. അപ്പോ അങ്ങനെ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻ ആർട്ടിക്കിൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി മുന്നിൽ ഏത് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യണം? എ ഓർ ആൻ. ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതാ വേണ്ട. എ ഓർ ആൻ.
ഏത് ആർട്ടിക്കിളാണ് which article we use in front of the word university? എല്ലാവരും ഒന്ന് പറഞ്ഞേ ഏതായിരിക്കും? Sure. ബാക്കി ആരെന്ത് പറയാതെ? ആൻസി, ശാലിനി പറയൂ ഏതാണ്? എന്തുകൊണ്ട് ആൻ യൂസ് ചെയ്തു? റീസൺ പറയൂ. റീസൺ എന്താണ്? A or an ഏതെങ്കിലാണ്. പ്രൊനൗൺസ് ചെയ്തേ സൗണ്ട് എന്താ വരാ? യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ആണ്. സോ നമ്മൾ പറഞ്ഞ ഈ വവൽ സൗണ്ടില് യു ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താണ്? ഏത് ആർട്ടിക്കിളായിരിക്കും വരാ? A university. A university, not a university. University എന്നാ വരാട്ടോ. യൂണിവേഴ്സിറ്റി ഫ്രണ്ടിൽ വരുന്ന ആർട്ടിക്കിൾ ഓക്കെ. നെക്സ്റ്റ് ഇതാണെങ്കിലോ? an umbrella. എന്തുകൊണ്ട്? umbrella. Yeah, umbrella. ആ സൗണ്ടാണ് വന്നത്. So we use the article an. Okay? യൂണിവേഴ്സിറ്റിന്റെ എന്താ പറഞ്ഞ കേട്ടില്ല. യൂണിവേഴ്സിറ്റി നമ്മുടെ സൗണ്ട് എങ്ങനെയാ വരാ? യു ആണ്. യു എന്ന് പറയുന്ന സൗണ്ട് നമ്മുടെ വവൽ സൗണ്ടിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആൻ ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. വവൽ സൗണ്ട് ഏതൊക്കെയാണ്? ഇ, ഐ, ഓ, ഉ ആണ്. നോട്ട് യു. കാണുമ്പോ യു ആണെങ്കിലും അതിന്റെ സൗണ്ട് വരുന്നത് ഉ ആയിട്ടാണ് കേട്ടോ. ഉ നമ്മുടെ മലയാളത്തിൽ ഉ ആ സൗണ്ടാണ് വരാം. അപ്പോ ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യാണ്. യാ സൗണ്ട് ആണ്. യു സൗണ്ട് ആണ്. സോ യു സൗണ്ട് നമ്മുടെ വവൽസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ എ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അങ്ങനെ ഒരുപാട് പ്ലേസസ് ഉണ്ട്. ഒരുപാട് ഡിഫറെന്റ് പ്ലേസസിൽ നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എന്താ യൂസ് ചെയ്യാം? യൂണിഫോം. Yeah, not uniform. Okay, uniform. European. 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 Yeah, correct. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? അപ്പൊ അല്ലെ, ഇനി നമുക്ക് ഈ ആർട്ടിക്കിൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ
ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് സംശയം. ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ആർട്ടിക്കിൾ തന്നിട്ടില്ലേ ക്ലാസ്സിൽ? ഇല്ല. Just wait a second. ഇതില് ആർട്ടിക്കിൾ നമ്മള് താഴെയും പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ അല്ലാണ്ട് ഇതില് നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്തൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ആണ്. അപ്പൊ എക്സാമ്പിള് AEIOU അല്ല കേട്ടോ. ഇങ്ങനെ ഇത് നമ്മൾ മലയാളമാണ്, പക്ഷേ പ്രൊണൗൺസിയേഷൻ അതായത് സൗണ്ടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോ ഇതൊന്നും അല്ല സൗണ്ട് കേട്ടോ. ആ സൗണ്ടാണ് നമുക്ക് ജസ്റ്റ് ആ സൗണ്ടില്ലേ നമ്മുടെ മലയാളം സ്വരാക്ഷരങ്ങളിലെ ആ സൗണ്ടിലെ അല്ലെ ഫസ്റ്റ് ആ സൗണ്ടാണ് ശരിക്കും എക്ക് വരാം. ഓക്കെ. ഈ തന്നെയാണ് ഈ അല്ല എ സൗണ്ടാ വരാം. എലഫന്റ് ഈ സൗണ്ട് അല്ല എലഫന്റ്. ആൻഡ് ഐ ഓക്കെ ഐ തന്നെയാണ് ഐ. ഓ സൗണ്ട് ആണ് കറക്റ്റ്. അപ്പോ എ അല്ലാണ്ട് ഫസ്റ്റ് വരുന്നത് എ നമ്മുടെ മലയാളം അക്ഷരം ആയാണ്. ആ സൗണ്ട് ആണ് ഓക്കെ. അപ്പൊ യുല് മാത്രമല്ലേ മാറ്റേണ്ടി വരുള്ളൂ അതില്? യുല് മാത്രം മനസ്സിലായില്ല. AEIOUല് യുല് മാത്രല്ലേ മാറ്റേണ്ടുള്ളൂ? ബാക്കിയെല്ലാം ഏകദേശം കറക്റ്റ് ആയിരിക്കും. അല്ല എ മാറ്റണം. എ അല്ലല്ലോ സൗണ്ട് അല്ലേ നോക്കേണ്ടത്. സൗണ്ട് ആ സൗണ്ട് അല്ലേ. അപ്പൊ ആണ് വരാം. ഓക്കെ ആ സൗണ്ട് ആണേ. ഇനി ഒരു വേർഡ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ. എലിഫന്റ്. നമുക്കവിടെ സ്പെല്ലിംഗ് വന്നിരിക്കുന്നത് ലെറ്റർ വന്നിരിക്കുന്നത് ഇ ആണെങ്കിൽ നമ്മളിത് പ്രൊണൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ്? എലഫന്റ് അല്ലെ? എ വെച്ചല്ലേ? എ അല്ലേ? അപ്പോ ഇപ്പൊ ഷഹമ വായിച്ചിരിക്കുന്ന AEIOUല് IOO അത് മൂന്നും കറക്റ്റ് ആണ്. ഫസ്റ്റും അതായത് AEയും തെറ്റാണ്. കാരണം ഇയുടെ അവിടെ വരുന്നത് എ ആണ് ആൻഡ് എയുടെ അവിടെ വരുന്നത് I ആണ്. മനസ്സിലായോ? AIOU ആ സൗണ്ടാണ് വരുന്നത്. AIOU ഇങ്ങനെയാണ് സൗണ്ട് വരുന്നത്. അപ്പൊ എലിഫന്റ് എന്ന് വായിക്കുമോ നമ്മുടെ? എലിഫന്റ് അല്ലെ? എലഫന്റിന് നമ്മുടെ ഫ്രണ്ടില് എന്താണ് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? അല്ല ഇല്ല. ഈയുടെ അവിടെ എ ആണ് വരാ. ഈയുടെ അവിടെ എ വരും. എയുടെ അവിടെ വരും. എനിക്ക് എഴുതി കാണിക്കാൻ ഒരു മാർക്കില്ല. അത് ഞാൻ എഴുതി കാണിച്ചു. കറക്റ്റ് എടുത്തുള്ളൂ. ഞാൻ പറയുന്നത് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാവരും കാണാലോ. ഫസ്റ്റ് വരുവാ. എന്തോ എലഫന്റ് ആനല്ലേ വരുവാ? എലഫന്റ് ആനാണ്. മലയാളം ഒന്നും ടൈപ്പ് ചെയ്ത് ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്തേ. ഫസ്റ്റ് നമ്മുടെ പതിയെ ഫസ്റ്റ് ലെറ്റർ മലയാളത്തിൽ ഫസ്റ്റ് ലെറ്റർ ഒന്നിച്ച് ടൈപ്പ് ചെയ്തു. ദെൻ AIOU അങ്ങനെ ടൈപ്പ് ചെയ്യൂ. AIOU യെസ്.
ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളം പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷും ചെയ്യാൻ പാടില്ല കേട്ടോ. വ്യത്യാസമുണ്ടേ. നമ്മൾ എന്നല്ലേ പറയാം, അതല്ല. ശരിക്കും ഇവിടെ ഓപ്പൺ ആവണം. ആ സൗണ്ട് ഇനി കണ്ടോ, ഐ ഓ ഉ ഇങ്ങനെയാവും. ഓക്കെ. അപ്പൊ എലഫന്റ് പറഞ്ഞു. എലഫന്റിന്റെ ഫ്രണ്ടിൽ വരുന്ന ആർട്ടിക്കിൾ ആൻ ആണ്. ആൻ എലഫന്റ്. അപ്പൊ ആൻ എലഫന്റ് എന്ന് പറയുമ്പോൾ ആനകൾ, ആന എന്ന് പറയുന്നത് നമ്മളൊക്കെ പർട്ടിക്കുലറൈസ് ചെയ്തതും സ്പെസിഫൈ ചെയ്തതും ഒന്നും പറയുന്നില്ല അല്ലെ. ആന എന്ന് പറയുന്നത് ഒരു അനിമൽ ആണ്. അപ്പൊ ആൻ എലഫന്റ്. ഇനി നിങ്ങൾക്ക് ഏതോ ഒരു ആന, അതിൽ ഏതോ ഒരു ആന ഡേഞ്ചർ ആണ് എന്ന് പറയാണ് അല്ലെ. അല്ലെങ്കിൽ ഉത്സവത്തിൽ വരുന്ന ഒരുപാട് ആനയുണ്ട്. അപ്പൊ ആന എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുമ്പോ ആ ഒരു ആനയില്ലേ എന്ന് പറയുന്നത്, ആ ഒരു ആനയില്ലേ, ആ ഒരു ആന ഭയങ്കര ഡേഞ്ചർ ആണെന്ന് പറയും. അപ്പൊ ഒരു സ്പെസിഫൈ ചെയ്ത ഒരു ആനയുടെ കാര്യം പറയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? എലിഫന്റ്. എലിഫന്റ് എന്ന് പറയും. എലിഫന്റ്. ആൻഡ് ഈഗിൾ. ഈഗിൾ. ഈഗിൾ എന്താ? ഈഗിൾ എന്താ വരാ? ഈഗിൾ. ഈഗിൾ എന്താണ്? പഠിച്ചത് എന്തോ നമ്മള് ഏനെന്നല്ല പഠിച്ചത്. അപ്പൊ അത് നല്ല ഈഗിളിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? ഈയല്ലേ വരുവാ? അപ്പൊ കറക്റ്റിന്റെ പ്രൊണൗൺസിയേഷൻ എന്തായിരിക്കും? ആൻ ഈഗിളാണ് വരാം. ഓക്കെ. ആൻ ഈഗിൾ. കാരണം നമ്മള് ഏഗിൾ എന്നാ വരുവാ. അപ്പൊ പ്രൊനൗൺസിയേഷൻ എങ്ങനെ മനസ്സിലാവുക? ഈഗിളല്ല. ഞാൻ നിങ്ങൾക്ക് ഫോണറ്റിക്സ് കേട്ടിട്ടുണ്ടോ? ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിന്റെ സൗണ്ട്സ് ആണ്. സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ടോപ്പിക്ക് പോകുന്നത്. ഓക്കെ. കാരണം നമ്മള് പഠിച്ച എല്ലാ കാര്യങ്ങളും പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ പഠിക്കണം. പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ABCDEFG എന്നാണ് നമ്മൾ 1 തൊട്ട് പഠിച്ച കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല ഓരോ ലെറ്ററും പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ABCD അല്ല. എന്നെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? അതിൽ ഈയുടെ സൗണ്ടും എയുടെ സൗണ്ടും നമ്മൾ എടുക്കുന്നത് വ്യത്യാസമുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതി കാണിക്കണം. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ഒന്നുമില്ല, ഒന്നുമില്ല വലിയ. അപ്പൊ ആ സൗണ്ടും സൗണ്ടും വ്യത്യാസമുണ്ട്. ആൻഡ് ഈഗിൾ, നോട്ട് ഈഗിൾ. ഈഗിൾ അല്ലാതെ, നോട്ട് ഈഗിൾ. ഓക്കെ. ആ വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആണ് തെറ്റ്. അല്ലാതെ ഈഗിള് ഈ അല്ലേ വരാ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ അല്ല. നമ്മൾ പണ്ടൊഴുകി പഠിച്ച കാര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ഈഗിൾ, ഇറ്റ്സ് ഏഗിൾ. ഈഗിൾ അത് സൗണ്ട് കണ്ടിട്ട് സൗണ്ടും സൗണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഈക്ക് സൗണ്ട് വരാ ആണ്. അത് ഈയും എയും കൂടെ കൂട്ടുമ്പോ ഈ സൗണ്ട് വരും. ഓക്കെ. ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഫോണറ്റിക്സ് ഒരു ദിവസം എടുത്തരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം ഞാൻ ഫോണറ്റിക്സ് എടുക്കാം. താല്പര്യം എടുത്ത് കാര്യമില്ല. കാരണം ഇങ്ങനെ ഓരോരോ സൗണ്ട്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മള് വൊവൽസ് പറഞ്ഞു, ലെറ്റേഴ്സിൽ 5 വൊവൽസ് എന്ന് പറഞ്ഞു. ഈ അയ്യൂയു, ഈ അയ്യു എന്ന് പറഞ്ഞ ഈ 5 വൊവൽസിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്ത്? ഫോണറ്റിക്സിലെ സൗണ്ട്സ്. അത് എത്ര സൗണ്ട്സ് ഉണ്ടെന്ന് അറിയോ? 44 സൗണ്ട്സ് ഉണ്ട്. ഈ 5 വൊവൽസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ 44 സൗണ്ട്സ്. ഈ 44 സൗണ്ട്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആണ് ഇംഗ്ലീഷ് ഓരോ വേർഡ് കറക്റ്റ് ആണ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിന് ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. നിങ്ങൾ അറിയാത്ത പലതും ലാംഗ്വേജിലുണ്ട്. നമ്മള് ഏത് ചെറിയ വേർഡ് ആണെങ്കിൽ പോലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ. അത് പഠിക്കണമെങ്കിൽ ഒന്നിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവര് എങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുക അതനുസരിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യും. കോൺടെക്സ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കുക. നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ എടുക്കും. കാരണം അത് ചിലപ്പോൾ ബോറിംഗ് തോന്നാം. കാരണം ഇൻട്രസ്റ്റിംഗോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കോൺടെക്സ്റ്റ്. അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. കോൺടെക്സ്റ്റ് വെറുതെ സ്ക്രീനിൽ കാണിച്ചിട്ട് നോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് എന്റെ ഒപ്പം ഒരു സൗണ്ട് ഉണ്ടാക്കണത് എങ്ങനെയാണ്, ഓരോ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് എങ്ങനെയാണ് വരാൻ എന്നുള്ളത് അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് എന്റെ അത് ഒപ്പത്തിൽ പറഞ്ഞ് അത് പഠിക്കും. എന്താണ് വേണ്ടത്? എടുക്കണോ?
Yeah, great. ഓക്കെ, അപ്പോ എന്താണ് കോൺടെക്സ്റ്റ് എടുക്കണോ നിങ്ങൾക്ക്? താല്പര്യമുണ്ടോ? ആരെയും താല്പര്യമുണ്ടോ? ഇല്ലെന്നാണോ? ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ആണ് അല്ലെ? ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഐ എം ഗോയിങ് ടു ഓഫീസ് എന്നും പറയാം, ഐ എം ഗോയിങ് ടു ദ ഓഫീസ് എന്നും പറയാറുണ്ട് അല്ലെ? I'm going to office and I'm going to the office. അല്ലെ? ഈ പറയുന്ന വേർഡ് ഓഫീസ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യാം എന്ന് പറയുമോ? ഇങ്ങനെയാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? It's not office. Office അല്ല കേട്ടോ, ഓഫീസ് ആണ്. ഓഫീസ്, not office. ഓ ഇല്ല, ജസ്റ്റ് ഓ മാത്രം. ഓഫീസ്, ഓഫീസ്. ഓക്കെ, അപ്പോ ഐ എം ഗോയിങ് ടു ഓഫീസ് ആൻഡ് ഐ എം ഗോയിങ് ടു ദ ഓഫീസ് എന്നാണെങ്കിൽ പർട്ടിക്കുലർ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലാണ് പോകുന്നതെങ്കിൽ അത് ഓഫീസ് യൂസ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ സ്വന്തം ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഐ എം ഗോയിങ് ടു ഓഫീസ് ഉപയോഗിക്കാം. മനസ്സിലായി? ഇനിയിപ്പോ ഞാനിപ്പോ ഷമ്മക്ക് ഒരു പേന തന്നില്ലായിരിക്കും. ആ പേന ഞാൻ ഷമ്മക്ക് തന്നത് ഷമ്മക്ക് അറിയാം, എനിക്കും അറിയാം. അപ്പൊ ഞാൻ ഷമ്മോട് ചോദിക്കുകയാണ് ഗിവ് ദ പെൻ, ഗിവ് ദ പെൻ എന്ന് ചോദിക്കുമ്പോൾ ഷമ്മക്ക് അറിയാം ഞാൻ തന്ന പേനയാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? പർട്ടിക്കുലർ ആ ഒരു പേനയാണ് ഞാൻ ചോദിക്കുന്നത്. ഗിവ് ദ പെൻ, ഒരു പർട്ടിക്കുലർ പേനയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ് ഗിവ് എ പെൻ എന്നാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു പേന മതി. മനസ്സിലായോ? ഗിവ് എ പെൻ, എനിക്ക് ഏതെങ്കിലും ഒരു പേന താ എന്നുള്ള മീനിങ്ങിലാണ് ഗിവ് എ പെൻ. ഗിവ് ദ പെൻ എന്ന് പറഞ്ഞാല് പർട്ടിക്കുലർ ഞാൻ തന്ന പർട്ടിക്കുലർ ആ ഒരു പേന സ്പെസിഫൈ ചെയ്ത ആ ഒരു പേനയാണ് എനിക്ക് വേണ്ടത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് ക്ലിയർ? ഏകദേശം കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലായോ? ഇനി പറയാനുള്ളത് ഈ വേർഡ് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് വായിച്ചേ. ഞാനിപ്പോ ടെക്സ്റ്റിൽ ഒരു വേർഡ് വായിച്ചു നോക്കി. എന്ത് വേർഡാണ്? മറക്കി വായിക്കാവോ? ഫുഡ്. വായിക്കൂ. ഇതൊന്നും വിടാതെ. ഫുഡ്. ഓക്കെ. യാ. ശാന്തി. It's not food. Food അല്ല. It's food. Food ആണ്. Food. Not food. Food അല്ല കേട്ടോ. Food ആണ്. She's foodie. Foodie എന്നൊക്കെയാണല്ലേ. It's food. Food കുറച്ച് നീട്ടുണ്ട്. എന്നാലും ഒരുപാട് നീട്ടുണ്ട് കേട്ടോ. ഒരു മിനിമം. Food. എന്താ പറയാ കേട്ടോ. ഇനി നമുക്ക് ആർട്ടിക്കിളിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താലോ? Yes. Yeah. I went to dance theater yesterday with some people. Answer ഒക്കെ പറയണ്ട കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രം ആൻസർ പറഞ്ഞാൽ മതി.
Dash sunrise in dash east. Will you like to have a dash cup of tea? Will you go dash hospital to see your friend? She's dash ugly. His dash best friend in the class. He's very rich. He drives dash on the car. Do you want dash iPad? Someone's dash pair of jeans. My mom is the English teacher. Is this dash as a question? There is dash cat. He's dash honest man. Can you tell me a story? Can you tell me that story? My father is dash doctor.
I can see that red car. She bought that orange dress. Dash 9 is in Egypt. Okay, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്തു കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ ആൻസർ ചെയ്യാം നമുക്ക്. The first one, I went to എന്താ പറയാ, I went to dash theater. ഇത് വരും ഏത് ആർട്ടിക്കിൾ ആണ്? I went to the theater yesterday with some people. Then the sun rises in the east. Will you like to have a cup of tea? Will you go to the hospital to see your friend? She's an ugly. He is the best student in the class.
He's very rich, still he drives an auto car. Leo wants an iPad. Sam wants a pair of jeans. My mom is an English teacher. This is an easy question. There is a dad. He's an honest man. Can you tell me a story? My father is a doctor. I can see a red car. She bought an orange dress. The Nile is in Egypt. Now, I went to a theater, around the theater. I went to the theater. The sunrise is in the east. You like to have a cup of tea. When you go to the hospital to see your friend, she's an ugly. He's the best student in the class. He's the best student in the class. He's very rich. He drives the auto car. Yeah. എല്ലാവരും ടൈപ്പ് ചെയ്തോ? ടൈപ്പ് ചെയ്യാനോ? ഇനി കുറച്ച് ഒമിഷൻസ് ഉണ്ട്. ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾ നമ്മൾ ദ എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രൊപ്പനോ പേരിന്റെ കൂടി പേര് പ്രൊപ്പനോൺ എന്താണെന്ന് അറിയാലോ? പ്രൊപ്പനോ അറിയില്ല. ഓക്കെ, ഇപ്പൊ ഒരു പേര് അതിപ്പോ കൺട്രിയുടെ പേരാകാം, കൺട്രി, സിറ്റീസ്, ഇനി നമ്മുടെ ആരുടെങ്കിലും പേരോ എന്താണെങ്കിലും. ഇപ്പൊ എന്റെ പേര് അശ്വതി, ഇത് അശ്വതി എന്ന് പറയുമോ? ഒരിക്കലില്ല. എറണാകുളമാണെങ്കിൽ എറണാകുളം എന്ന് പറയും ഇല്ല. അപ്പൊ കൺട്രി, സിറ്റീസ്, കോണ്ടിനെന്റൽ, നെയിംസ് ഓഫ് പേഴ്സൺസ്. അപ്പൊ എന്താണെങ്കിലും പേരിന്റെ കൂടെ ഒന്നും നമ്മള് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഒരു ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷ് പറയട്ടെ, മലയാളം പറയില്ല കേട്ടോ. ലാംഗ്വേജിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. മീൻസ് നമ്മൾ ലഞ്ച്, ഡിന്നർ എന്നൊക്കെ പറയില്ലേ? ഡിന്നർ, ലഞ്ച് എന്ന് പറയോ? ഒരിക്കലില്ല. സോ അതിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അൺകൗണ്ടബിൾ നൗൺസ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത ഒരുപാട് നൗൺസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇപ്പോ ഷുഗർ, ഷുഗർ അറിയോ? വാട്ടർ, മനസ്സിലായോ? അപ്പൊ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടി നമ്മള് ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഷുഗർ ഈസ് ബാഡ് ഫോർ diabetic patient. Sugar is bad for a diabetic patient എന്ന് പറയുമ്പോൾ ഷുഗർ എന്ന് പറയും ഇല്ല, ഷുഗർ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ നൗൺ, എണ്ണാൻ പറ്റാത്ത നൗണിന്റെ കൂടെ ഒന്നും നമ്മള് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്, കൗണ്ടബിൾ എണ്ണാൻ പറ്റുന്ന പ്ലൂറൽ നൗൺസ് ഉണ്ട് അല്ലെ? ഇപ്പൊ ചിൽഡ്രൻ, ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. സോ പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മള് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് ചിൽഡ്രൻ. Children like to play the games. Children like to play games. The children like to play games എന്ന് പറയും. അപ്പൊ പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. Then abstract nouns. Abstract noun means നമ്മൾ കാണാനോ കേൾക്കാനോ തൊടാനോ പറ്റാത്ത ഒരുപാട് നൗൺസ് ഉണ്ട്. ഹാപ്പിനെസ്, സാഡ്, ഈഗോ, ഇതെല്ലാം ഒരു വേർഡ് ആണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ നമ്മുടെ ഫൈവ് സെൻസ് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരുതരം വേർഡ് ആണ് ഇതൊക്കെ. ഹാപ്പിനെസ്, സാഡ്, ഈഗോ, ആങ്കർ എന്നൊക്കെ പറയുന്ന വേർഡ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ എന്നാ പറയാം. അപ്പൊ ആ നൗണിന്റെ കൂട്ടത്തില് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഹാപ്പിനെസ്, സാഡ്, ഈഗോ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മുടെ ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ പറയുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയോ? നോ. പിന്നെ സ്മാർട്ട് സിറ്റി, ഇത് സ്മാർട്ട് സിറ്റി എന്ന് പറയോ? അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് ഇപ്പോ ഡേ, മന്ത്, സീസൺ ഇതിന്റെ കൂടെ ഒന്നും ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. മൺഡേ, January, like January, suddenly the winter, the summer. No, you see, festivals are the holidays, and the autumn, the Christmas, yeah. How do you see a with the historic periods? ഓരോ ഹിസ്റ്റോറിക് പീരീഡ്സിലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അസുഖങ്ങൾ, ഇൽനെസ്, ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല.
ദ ഫീമോൾ എന്ന് പറയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഓരോ പോയിന്റ് ബേസ് ആയിട്ട് ടൈപ്പ് ചെയ്യണോ? ഇത് വേണം ടൈപ്പ് ചെയ്യണോ? അപ്പൊ ഞാൻ പറഞ്ഞു മാം അപ്പോ ദ സൺ എന്ന് പറയൂലേ? സണ്ണ് കൂടെ ഒരെണ്ണേ ഉള്ളൂ, മനസ്സിലായോ? ഒരൊറ്റ പ്രതിഭാസമാണ് അതൊക്കെ, അതൊക്കെ താഴെയാണ്. അതുപോലെ നല്ല പാർട്ടികളായിട്ട് പറയുന്ന നൈല് നദി കേട്ടിട്ടില്ലേ? അതൊക്കെ ഒരെണ്ണേ ഉള്ളൂ, അതിന്റെ കൂടെ ഒക്കെ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കണം. ദ നൈൽ, മൗണ്ടെയിൻ, ഹിമാലയൻ മൗണ്ടെയിൻ, ഇതൊക്കെ നമ്മൾ പറയണം. പിന്നെ നമ്മുടെ നമ്മുടെ ബുക്കുകളില്ലേ, ഡിവോഷണൽ ബുക്സ് ഇല്ലേ, ബൈബിൾ, അതൊക്കെ താമസിച്ച് പറയണം. അങ്ങനെ ഫേമസ് ബുക്സിന്റെ കൂടെയും നമ്മൾ താമസിച്ച് പറയും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്തതുണ്ട്. ഓക്കെ, രാമായണ, ബൈബിൾ, ഖുർആൻ എന്നൊക്കെയാ പറയാം. മാം TH ദി അങ്ങനെ നമ്മൾ രണ്ട് സൈസ് പ്രൊനൗൺസിയേഷൻ ആയിട്ട് പറയുവോ? പറയൂ. അല്ല, പക്ഷേ നോട്ട് ദാദി അല്ല, രണ്ടും അല്ല. ഓക്കെ, the card, the theater, okay, the sun, the moon, നമ്മുടെ വാക്യം. അത് പലരും പറയുന്ന പോലെയാണ്. ചില ആൾക്കാർ ദാ പറയും, ചിലർ പറയും. അങ്ങനെ രണ്ടുമല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ എനിക്ക് മിസ്റ്റേക്സ് പറ്റാട്ടോ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന എല്ലാം പക്കയാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാരണം അറിയാലോ, നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊനൗൺസിയേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കേൾക്കൂ കേട്ടോ. അത് ലിസൺ ചെയ്യും. അപ്പൊ കറക്റ്റ് അവർ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കണം, മസ്റ്റാണ്. ഓക്കെ, കേട്ടോ. proper noun, language, means, uncountable noun, plural noun, abstract noun. Then educational institution, okay, month, season, festivals and holidays, historic cities, illness, അസുഖങ്ങൾ. ഇവിടെ പ്ലൂറൽ നൗൺ പറഞ്ഞില്ലേ, എല്ലാ പ്ലൂറൽ നൗണിന്റെ കൂടെയും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സ്പെസിഫിക് റീസൺ വരുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇത് സ്റ്റുഡൻസ്, ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻസിനെ നമ്മൾ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആർട്ടിക്കിൾ ദാ യൂസ് ചെയ്യാം കേട്ടോ. ദ സ്റ്റുഡൻസ്, ദ ചിൽഡ്രൻസ്, പർട്ടിക്കുലർ ചിൽഡ്രനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ഒരു വിഭാഗം കുട്ടികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ ദ ആർട്ടിക്കിൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അതായത് സ്പെസിഫൈ ചെയ്ത് പറയുന്ന എല്ലാത്തിന്റെയും കൂടെയും നമുക്ക് ആർട്ടിക്കിൾ ദാ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, unique position or role, the chairman, the principal,
ടീച്ചർ, ക്ലാസ് ടീച്ചർ, ഇതൊക്കെ പൊസിഷൻ ആണ്, സ്പെസിഫൈ ചെയ്ത് പറയുന്ന പൊസിഷൻസ് ആണ്, യുണീക് പൊസിഷൻസ് ആണ്. അപ്പൊ യുണീക് ആയിട്ടുള്ളതും സ്പെസിഫൈ ചെയ്ത് പറയുന്നതുമായ എല്ലാ വേർഡ്സിന്റെ കൂടെയും നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ സെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാൻ നോക്കാൻ വേണ്ടിട്ടോ. Abstract noun means freedom. ഈ ഫ്രീഡം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാലോ വാക്ക് ഫ്രീഡം. ഇപ്പൊ ഞാൻ പറയുന്ന എന്തൊക്കെയാണ്? ഫ്രീഡം, happiness, sad, angry, wisdom, pleasure, പിന്നെന്താണ്? ഈഗോ. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനാണേ. ഈഗോ. ഈ വേർഡുകളെല്ലാം ഇപ്പോ ഈ വേർഡെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാ വേർഡുകളും കേട്ടിട്ടില്ലേ? അറിയാം. ഫെമിനിയൻ വേർഡ്സ് ആണ്, എല്ലാം അറിയാം. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ വേർഡോ ചെയർ, പെൻ, കീബോർഡ്, ഫോൺ, ടേബിൾ, ഈ വേർഡ് അല്ലെ? ഇപ്പൊ രണ്ട് ടൈപ്സ് വേർഡ്സ് ഞാൻ കഴിച്ചു. വൺ freedom, happiness, sad എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. then chair, pen, keyboard എന്ന് പറയുന്ന another ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇത് രണ്ടും ഡിഫറൻസ് എന്താണ്? രണ്ടാമത്തെ നിങ്ങൾക്ക് വേർഡ് അറിയാമെങ്കിലും അത് കണ്ടിട്ടുണ്ട് അല്ലെ? നിങ്ങൾ അത് തൊട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ തന്നെയുണ്ട്. ശരിയല്ലേ? ഉണ്ട്. പക്ഷെ ആദ്യം വായിച്ച ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് ആ വേർഡ് മാത്രമേ പരിചയമുള്ളൂ. ആ വേർഡ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, തൊട്ടിട്ടില്ല, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ആണോ? പറയൂ. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം പറ്റുന്ന വേർഡ്സ് ആണ് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ആബ്സ്ട്രാക്ട് നൗൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കൂടാതെ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും ആബ്സ്ട്രാക്ട് നൗണിന്റെ കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യൂ. അനുഭവിച്ചറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞ വേർഡുകളാണ്. വേർഡിനെ വെച്ചിട്ടാണ് നമ്മൾ പറയാ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് പറയൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ത്രൂ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ റിയലൈസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ലവ്, ലവ്, ഓക്കെ. നിങ്ങള് രണ്ടും സിംഗിൾ ഉണ്ട്, രണ്ടുപേരും ഷർമാന്റെ ഷഹാന, രണ്ടുപേരും ഒരേ പേരാണ് ടെക്സ്റ്റ് ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് അനദർ വേർഡ് ലവ് ഓക്കെയാണ്. then cry, 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 yeah. Hate, yes. then അപ്പോ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ ആർട്ടിക്കിൾ ബാക്കി എല്ലാ പോർഷൻസ് ഇന്നത്തെ എന്തൊക്കെ പോർഷൻസ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ എടുത്തോ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് വന്ന ഇംഗ്ലീഷിൽ വന്ന മാറ്റങ്ങൾ എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് സ്മാർട്ട് സിറ്റിയെ കുറിച്ചോ നിങ്ങൾ ഇതുവരെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്,
ഇംഗ്ലീഷ് ആണെങ്കിലും ഓരോ സബ്ജക്ട് ആണെങ്കിലും എന്തൊക്കെ തോന്നിയിട്ടുണ്ട്, എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നോട് പറയാം, ഷെയർ യുവർ ഫീഡ്ബാക്ക്. When you start to learn hospital administration at a small C education academy, okay, then English കുറിച്ചും as a English learner നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അത് ഇനി എല്ലാ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ അതും നമുക്ക് ബേസിലൊക്കെ പറയാവുന്നതാണ് കേട്ടോ. അപ്പോ അതിനെ കുറിച്ച് ഫീഡ്ബാക്ക് ആണ് എനിക്ക് വേണ്ടത്. ഇതെല്ലാം നിങ്ങൾ പറയേണ്ടത് ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ഓക്കെ, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വരൂട്ടോ എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണോ? ആകെ കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ അധികം ക്ലാസ്സസ് ഒന്നും ഇല്ല കേട്ടോ. ഐ തിങ്ക് ഈ മാസം കൊണ്ട് വരെ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആകും. സോ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആരാധന ഇഷ്ടം സംസാരിക്കാൻ റെഡി ആയിട്ടൊക്കെ വരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. എനിക്ക് എന്തും പറയാം കേട്ടോ, എല്ലാം പറയാം. സോ താങ്ക് യു, ദാറ്റ്സ് മൈ ടുഡേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു all. See you on next class. Okay, bye. Thank you, ma'am.